1201 ആണ്ട് ഇടവമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് പ്രവചിക്കുന്നത്. 15/5/2026 മുതൽ 14/6/2026 വരെയുള്ള ഒരു മാസത്തെ കാലയളവിലെ ഫലങ്ങളാണ്. തുലാക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ് പ്രവചിക്കുന്നത്. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാന പകുതി ഭാഗവും ചോതി നക്ഷത്രവും വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേർന്നതാണ് തുലാക്കൂർ എന്ന് പറയുന്നത്. കർമ്മമേഖല, അതായത് തൊഴിൽ വളരെ നേട്ടം ലഭിക്കുന്ന ഒരു സമയമാണ്. ഏത് തൊഴിലിൽ പ്രവർത്തിക്കുന്നവർക്കായിരുന്നാലും, സർക്കാർ മേഖലയിലായിരുന്നാലും പ്രൈവറ്റ് മേഖലയിലായിരുന്നാലും ധാരാളം നേട്ടങ്ങൾ പല രീതിയിലും ഉണ്ടാകുന്ന ഒരു മാസമാണ് ഈ ഇടവമാസം. പുത്രന് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, രോഗം മൂലമോ അല്ലാതെയുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. വസ്ത്രങ്ങളും മറ്റു വിലപിടിച്ച സമ്മാനങ്ങളും ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ധനസമൃദ്ധി ഉണ്ടാകുന്നു. പല രീതിയിലും ധനം വരുന്നതിനുള്ള മാർഗം ഉണ്ടാകുന്നു. മറ്റു ഐശ്വര്യങ്ങളും ധാരാളമായിട്ട് ഉണ്ടാകുന്നു. മനസ്സിന് സന്തോഷം ജനിപ്പിക്കുന്ന പലതും കുടുംബത്തിൽ നടക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അധികാരമുള്ള ജോലി ലഭിക്കുന്നു. ജോലിയിൽ അങ്ങേയറ്റം ആത്മാർത്ഥയും സാമർഥ്യവും പുലർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു. 2/6/26 ഗുരു സംക്രമണം കൊണ്ട് പല ഗുണങ്ങളും ലഭിക്കുന്നു. ശത്രുശല്യം കുറയുന്നു. രോഗങ്ങൾ കഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ അതിൽ നിന്നും മോചനം ലഭിക്കുന്നു. അതുപോലെ പല കാര്യങ്ങളും വിജയപ്രദമാക്കാൻ സാധിക്കുന്നു. പലതൊക്കെ തോൽവി ഉണ്ടായിരിക്കാം നേരത്തെ, പക്ഷേ ഇനി അതെല്ലാം വിജയപ്രദമാക്കാൻ സാധിക്കുന്നു. നിങ്ങളെക്കൊണ്ട് ജീവിക്കുന്നവർക്ക്, അതായത് നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാവർക്കും, അത് നിങ്ങളൊരു സംരംഭകരാണെങ്കിൽ നിങ്ങളുടെ തൊഴിലാളികൾക്ക് വളരെയധികം ഗുണം ലഭിക്കുന്നു. പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ എല്ലാവർക്കും നിങ്ങളെക്കൊണ്ട് ധാരാളം ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു മാസമാണ്. അതുപോലെ തന്നെ കടങ്ങൾ വീട്ടുവാൻ സാധിക്കുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും ലഭിക്കുന്നതിന് സാധ്യത കാണുന്നു. മാനഹാനി വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള ഒരു നടപടിയിലും ഇടപെടരുത്. ദാമ്പത്യത്തിൽ കലഹം വരുന്നതിന് ഒരു സാധ്യത കാണുന്നു. ആയതിനാൽ വഴക്ക് ഉണ്ടാക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വയറിൻ്റെ അസുഖം വരാൻ സാധ്യതയുള്ളതിനാൽ അതും ശ്രദ്ധിക്കുക. ഉപാസനയ്ക്ക്, അതായത് പ്രാർത്ഥന, പൂജ മുതലായ മതപരമായ ചടങ്ങുകൾ ഒന്നും ഉപേക്ഷിക്കരുത്. അത് കൃത്യമായി ചെയ്യുക. മുതിർന്നവർക്ക് കുറച്ച് കഷ്ടം വരാം. അതായത് അച്ഛനും അമ്മയ്ക്ക്, അമ്മാവൻ, അപ്പൂപ്പൻ അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ വരേണ്ട സാധ്യത കാണുന്നുണ്ട്. കാരണവന്മാരിൽ ആരെങ്കിലും വിയോഗം വരുന്നതിനും ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. ഇനി തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ വയസ്സിനനുസരിച്ചാണ് ഫലങ്ങൾ പറയുന്നത്. ചിത്ര നക്ഷത്രക്കാരുടേതാണ് ആദ്യം പറയുന്നത്. 18 വയസ്സ് വരെയുള്ള ചിത്ര നക്ഷത്രക്കാർക്ക് അവരെ ഏറ്റവും കൂടുതൽ സഹായിച്ചിരുന്നതും എന്തിനും ഒരു തുണയുമായിരുന്ന ഒരു ബന്ധു മരിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അച്ഛനോ അവരെ അപ്പൂപ്പനോ അമ്മമ്മയോ അമ്മാവന്മാരോ ആരെങ്കിലും ആകാം, അച്ഛനും അമ്മയൊന്നും അല്ല. അതുപോലെ തന്നെ ഏതിനും എന്തിനേയും ഭയം വരാം. അവർക്ക് പെട്ടെന്നൊരു ആശ്രയം നഷ്ടപ്പെട്ടപ്പോൾ ഈ കൊച്ചിനൊരു ഭയം ഉണ്ടാകാം. പിന്നെ അച്ഛനും അമ്മയും എല്ലാവരും കൂടി ഈ ദേശത്ത് നിന്ന്, ജനിച്ച ദേശത്ത് നിന്ന് അന്യദേശത്തേക്ക് താമസം മാറുന്നതിനൊരു സാധ്യതയുണ്ട്. ചിലപ്പോൾ അച്ഛനമ്മമാരുടെ ജോലി സംബന്ധിച്ചാവാം അങ്ങോട്ട് പോകുന്നത്. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെയുള്ള ചിത്ര നക്ഷത്രക്കാർക്ക് ഇതിൽ ചില ആൾക്കാർക്ക് വളരെ ഉന്നത വിദ്യാഭ്യാസം, നല്ല നിലവാരത്തിലുള്ള, അവർ ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിൽ നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള ഒരു ഭാഗ്യം അവരുടെ ജാതകത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മികച്ച തൊഴിലും അവർക്ക് ലഭിക്കാം. അന്തസ്സുള്ള ജീവിതവും അവർക്ക് ലഭ്യമാകാം. പറ്റിയ ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കുന്നതിന് സാധിക്കുന്നു. സന്താന ഭാഗ്യം ഉണ്ടാകുന്നു. നല്ല മിത്രങ്ങൾ ഉണ്ടാകുന്നു. സർവ്വ ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്ന ഒരു നല്ലൊരു സമയമാണ് അവർക്കിത്. 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെയുള്ളവർക്ക് ചില അപവാദങ്ങൾ കേൾക്കാം. നിങ്ങളുടെ ഉയർച്ചയിൽ അസൂയുള്ള ആൾക്കാർ ചില വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ് പരത്തുകയും അതുമൂലം അത് വലിയ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ ബന്ധുമിത്രാദികൾ പലരും ഈ തെറ്റിദ്ധാരണ മൂലം അവരെല്ലാം ഒന്ന് അകന്നു നിൽക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ സമയം നിങ്ങൾക്ക് ഒരു വിദേശ യാത്രയും അല്ലെങ്കിൽ വേറെ ദൂര സംസ്ഥാനത്തിലേക്ക് ഒരു യാത്ര പോകേണ്ടതായിട്ടും വന്നേക്കാം. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച എല്ലാ ദുഃഖങ്ങൾക്കും ശാന്തി ലഭിക്കുന്ന ഒരു സമയമാണ്. ഏറെ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. ഡിപ്രഷൻ മുതലായ മനോവിചാരങ്ങൾ മാറിക്കിട്ടുന്നു.
അതുപോലെ തന്നെ മനഃശാന്തി നല്ല രീതിയിൽ ലഭിക്കുന്നു. ചെറിയ ചെറിയ രോഗങ്ങൾ ഉണ്ടാകും എങ്കിൽ തന്നെയും സർവ്വ ഐശ്വര്യങ്ങളിൽ ലഭിക്കുന്ന ഒരു നല്ലൊരു സമയമാണ് ഈ 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ഒരു സമയം. 70 വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ളവർക്ക് പേരക്കുട്ടികളും പുത്രനും പുത്രിയും എല്ലാവരും ചേർന്ന് വളരെ ഒരു നല്ലൊരു ജീവിതം അവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. അവർക്ക് നിക്ഷേപ സമൃദ്ധി, അവർ ഏതെങ്കിലും രീതിയിൽ നിക്ഷേപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അവർക്ക് വളരെ ലാഭത്തോടുകൂടി തിരിച്ചു കിട്ടുന്ന ഒരു സമയവും കൂടിയാണ്. അങ്ങോട്ട് ധനസമൃദ്ധി ഐശ്വര്യങ്ങളും ധാരാളം ലഭിക്കുന്നു. അടുത്ത് ചോതി നക്ഷത്രക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത്. 12 വയസ്സ് വരെയുള്ള ചോതി നക്ഷത്രക്കാർക്ക് പല രോഗങ്ങളും വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ബാല്യകാലത്തുള്ള രോഗങ്ങളും വരുന്നതിനുള്ള സാധ്യതയുണ്ട്. എന്നാലും വലിയ പ്രശ്നമില്ല. പക്ഷെ ഇവിടെ പ്രശ്നം, ഇതിൽ ചില ചോതി നക്ഷത്രക്കാർക്ക് പ്രായത്തിനനുസരിച്ചുള്ള പക്വത ഇല്ലാത്തൊരവസ്ഥ വന്നേക്കാം. എല്ലാത്തിനോടും ഒരു ഭയം വരാം. അതുപോലെ തന്നെ പല ആപത്തുകളും ദാരിദ്ര്യവും കഷ്ടപ്പാടുകളൊക്കെ വരേണ്ട ഒരു സാധ്യതയും ചില ചോതി നക്ഷത്രക്കാർക്കുണ്ട്. അതായത് ഉടുക്കാൻ നല്ല വസ്ത്രങ്ങൾ പോലും ഇല്ലാത്തൊരവസ്ഥ ചിലർക്ക് വന്നേക്കാം. പിന്നീട് ഇതെല്ലാം ക്രമേണ നേരെയായി ഉയർന്ന നല്ല സ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നതായിട്ടും കാണുന്നുണ്ട്. 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ളവർക്ക് പല പ്രയാസങ്ങൾക്ക് ശേഷം അല്പാൽപമായി ജീവിതത്തിലെ പല മേഖലകളിലും പല രീതിയിലുള്ള പുരോഗതി അവർക്ക് ആർജിക്കാൻ സാധിക്കുന്നു. അതിനുള്ള ഭാഗ്യം അവർക്കുണ്ട്. നല്ല വസ്ത്രങ്ങളും ധനവും ധാന്യങ്ങളും വാഹനങ്ങളും ഉയർന്ന വിദ്യാഭ്യാസവും വളരെ മികച്ച തൊഴിലും അവർക്ക് ലഭിക്കുന്നതിനുള്ള ഒരു ഭാഗ്യവും കൂടി അവർക്ക് കാണുന്നുണ്ട്. ആഗ്രഹിച്ച വിദ്യാഭ്യാസവും ലഭിക്കുന്നതിനാൽ അവർ വളരെയധികം മോഹിച്ചിരുന്ന ഒരു ഉദ്യോഗവും അവർക്ക് ലഭിക്കുന്നു. അതുമൂലം അവർക്ക് സർവ്വ ഐശ്വര്യങ്ങൾ ലഭിക്കുന്നു, ഭൂസ്വത്തും ലഭിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ ചിലർക്ക് വളരെ ഉന്നത അധികാരങ്ങളുള്ള ഒരു ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. 28 വയസ്സ് മുതൽ 47 വയസ്സ് വരെയുള്ളവർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചയിൽ അസൂയുള്ള ചില ആൾക്കാർ വേണ്ടാധീനങ്ങളൊക്കെ പറഞ്ഞു വരുത്തുകയും അതുമൂലം നിങ്ങൾക്ക് കുറച്ച് വിഷമം വരികയും മനസ്സിന് ചെയ്തേക്കാം. പക്ഷേ അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല. അതുമൂലം ചില സുഹൃത്തുക്കളും ബന്ധുക്കളും അകന്നു പോകാം. തെറ്റിദ്ധാരണ മൂലം അവരും പിന്നീട് എല്ലാം തിരിച്ചു വരാം. ഈ സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുരുഷന്മാർക്ക് അന്യ സ്ത്രീകൾ നിമിത്തവും അതുപോലെ സ്ത്രീകൾക്ക് അന്യ പുരുഷന്മാർ നിമിത്തവും മാനഹാനി വരാനൊരു സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. 47 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ളവർക്ക് ഒരു വിധത്തിൽ തീരുമാനിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നു പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു സമയമാണിത്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയൊക്കെ ഒരു ഒത്തുചേരലുകൾ നിങ്ങൾക്ക് നടക്കാം. ഒരു മീറ്റിംഗ് മാതിരിയൊക്കെ നടക്കാം. അവർ സന്തോഷപ്രദമായ പല കാര്യങ്ങളും തീരുമാനിക്കും. പ്രമേഹ രോഗം ഉള്ളവരാണെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. കാരണം കൃത്യമായ വൈദ്യപരിശോധന ഈ സമയത്ത് ആവശ്യമാണ്. 64 വയസ്സ് മുതൽ 71 വയസ്സ് വരെയുള്ളവർക്ക് മക്കൾക്കും പേരക്കുട്ടികൾക്കും ചില ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയ രീതിയിലുള്ളതാണ്. വസ്തുവകകൾ സംബന്ധിച്ച് ചില കേസുകളും തർക്കങ്ങളൊക്കെ നടക്കുന്നതിനൊരു സാധ്യതയുണ്ട്. നിങ്ങൾ ഒരു ധനാഢ്യനാണെങ്കിൽ നിങ്ങൾ ബലമായി പിടിച്ചുകൊണ്ടുപോയി വസ്തുവകകൾ സ്വന്തമാക്കാൻ ഒരു ശ്രമം നടത്തിയേക്കാം. അത് വളരെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഈ കാലയളവിൽ നടക്കുന്ന വസ്തു സംബന്ധമായോ പണസംബന്ധമായോ ഉള്ള ഇടപാടുകൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യുന്നതായിരിക്കും ബുദ്ധി. 71 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച കുറച്ച് ഭയം, ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ ഉള്ള പ്രയാസങ്ങളും എല്ലാം മാറിക്കിട്ടുന്നു. ചതി, വഞ്ചന എന്നിവയ്ക്കെല്ലാം പരിഹാരമുണ്ടാകുന്നു. ധാരാളം പണം, ഐശ്വര്യങ്ങൾ അവർക്ക് ലഭ്യമാകുന്നു. ഇതിൽ ചില ചോദ്യ നക്ഷത്രക്കാർക്ക് ഒരു ചെറിയ സർജറി വേണ്ടി വന്നേക്കാം. എന്നൊഴിച്ചതല്ലാതെ വേറെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. ചില ചോദ്യ നക്ഷത്രക്കാർക്ക് ഒരു മികച്ച ഭാഗ്യവും കൂടി അവർക്ക് ലഭിക്കുന്നുണ്ട്. അവർക്ക് സർക്കാരിൻ്റെ മുദ്ര വെച്ച ഔദ്യോഗിക വാഹനത്തിൽ സഞ്ചരിക്കുന്നതിനുള്ള ഒരു അനുവാദവും ഒരു പദവിയും അവർക്ക് ലഭിക്കുന്നു. അത് വളരെ നല്ല ഒരു അവസരമാണ് അവർക്ക് ലഭിക്കുന്നത്. അടുത്ത വിശാഖം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 9 വയസ്സ് വരെയുള്ള വിശാഖം നക്ഷത്രക്കാർക്ക് ഗുണകരമായ പല കാര്യങ്ങളും കുടുംബത്തിൽ നടക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അച്ഛനമ്മമാരുടെ വസ്തുവകകൾ വിഹിതം വച്ച് ഒരു വിഹിതം കിട്ടുന്നതിനും സന്തോഷപൂർവ്വം ജീവിക്കുന്നതിനും ആരോഗ്യമൊക്കെ തൃപ്തികരമായ രീതിയിൽ ആകുന്നതിനും ഒരു ഭാഗ്യം അവർക്കുണ്ട്. ബന്ധുക്കളുടെ സഹകരണങ്ങൾ ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ്. ഇതിൽ ചില വിശാഖ നക്ഷത്രക്കാർക്ക് ചില രോഗങ്ങൾ വരുന്നതിനൊക്കെ ഉള്ളൊരു സാധ്യത കൂടി കാണുന്നുണ്ട്. 9 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ ചില വിശാഖ നക്ഷത്രക്കാർക്ക് ആരും സഹായിക്കാനില്ലാത്ത ബന്ധുമിത്രാദികളെല്ലാം
കൈവെടിഞ്ഞ ഒരവസ്ഥ വരാം. പക്ഷേ ചിലർക്ക് അങ്ങനെയല്ല, ചിലർക്ക് എല്ലാവരും സഹായത്തിന് എത്തുന്ന ഒരവസ്ഥയും വരാം. അങ്ങനെ ഈ സമയത്ത് കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ ചില വിശാഖ നക്ഷത്രക്കാർക്ക് പോലീസ് കേസുകളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസം മുടങ്ങുവാനുള്ളൊരു സാധ്യത കാണുന്നു. എന്നാൽ ചിലർക്ക് അങ്ങനെയല്ല, വിദ്യാഭ്യാസം മുന്നോട്ട് പുരോഗമിക്കുന്നതായിട്ട് കാണുന്നു. ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടുള്ള അവർ പ്രതീക്ഷിക്കുന്ന നല്ലൊരു തൊഴിൽ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇവർക്ക് സംബന്ധിച്ചൊരു ഗുണമുള്ളത്, ഇവർ കലാരംഗത്ത് കലാ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ മികച്ച ഒരു കഴിവുള്ളതിനാൽ അവർക്ക് അവരുടേതായിട്ടുള്ള കഴിവുകൾ തെളിയിക്കുന്നതിനുള്ള ഒരു സാഹചര്യമാണ് ഈ സമയം. അതുകൊണ്ട് ആ സമയം എല്ലാ രീതിയിലും അവർക്ക് എല്ലാ രംഗങ്ങളിലും സാഹിത്യപരമായിട്ടും കലാപരമായിട്ടുള്ള രംഗങ്ങളിൽ അവർക്ക് മികച്ച കഴിവുകൾ പ്രകടനമാക്കുന്നതിനുള്ള കാഴ്ചവെക്കുന്നതിനുള്ള ഒരു സാധ്യത, ഒരു ഭാഗ്യവും കൂടിയുണ്ട്. 28 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ളവർക്ക് അവർ ആഗ്രഹിക്കുന്ന വിവാഹം നടക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. വീടും സ്ഥലവും എല്ലാം സ്വന്തമാക്കാൻ സാധിക്കും. ധനസമൃദ്ധി ധാരാളം ഉണ്ടാകും. ശാരീരികത്തിലുള്ള എല്ലാ അസ്വസ്ഥതകളും മാനസിക ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും. അലർജിയുടെ ചെറിയ ഒരു ബുദ്ധിമുട്ടുള്ളതിന് ഉണ്ടാകും എന്നുള്ളത് ഒഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അതുപോലെ തന്നെ തൊഴിലും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. അതിലും പുരോഗതി ഉണ്ടാകും. അതുപോലെ തന്നെ മുൻ വിവരിച്ചതുപോലെ കലാ സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിനാൽ അതിൽ നിന്നും ധാരാളം ഒരു സമ്പത്തും ഐശ്വര്യങ്ങളും ലഭിക്കാനൊരു സാധ്യതയും കൂടി ഭാഗ്യവും കൂടിയുണ്ട്. 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെയുള്ളവർക്ക് അശ്രദ്ധ കാട്ടാതിരുന്നാൽ ഈ ധനങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ടു പോകാനും വളരെ ഗുണമുള്ള രീതിയിൽ നിക്ഷേപങ്ങളിൽ അവർക്ക് നിക്ഷേപങ്ങൾ നടത്തുവാനും സാധിക്കും. അങ്ങനെ ഐശ്വര്യമായ ഒരു ജീവിതമാണ്. ഈ സമയം ഐശ്വര്യം നിലനിർത്താൻ വേണ്ടുന്ന പൂജകളും പ്രാർത്ഥനകളും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ വളരെ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു മാസമാണ് എല്ലാ രീതിയിലും. 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെയുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് അവർക്കുണ്ടായിരുന്ന ചില്ലറ പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടി വളരെ ഗുണകരമായ ഒരു നല്ലൊരു സമയമാണ്. അവരുടെ സുവർണ അവസരം എന്ന് വേണമെങ്കിൽ ജീവിതത്തിലെ വിശേഷിപ്പിക്കാം, സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാം. അവർക്ക് ഇഷ്ടപ്പെട്ട വീടും വാഹനങ്ങളും വാങ്ങുന്നതിന് സാധിക്കുന്നു. മാത്രമല്ല അവർക്ക് ഈ കലാ സാംസ്കാരിക രംഗങ്ങളിൽ സാഹിത്യ രംഗങ്ങളിൽ അവർ സമർപ്പിച്ച സംഭാവനകൾക്ക് അവർക്ക് അവാർഡുകൾ ലഭിക്കുന്നതിനുള്ള ഭാഗ്യവും അവർക്ക് ലഭിക്കുന്നു. ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കുന്ന ഒരു സമയവും കൂടിയാണിത്. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പലതരത്തിലുള്ള ധനനേട്ടം വരാം. ചില രോഗങ്ങൾ വരുമെങ്കിലും അതെല്ലാം നല്ല ചികിത്സയിലൂടെ മാറിക്കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ ശരീരത്തിന് ഒടിവും ചതവും ഒക്കെ വരുന്നതിനാൽ വീഴ്ച വരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. അതുപോലെ നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായുള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന ഇടവ മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.